നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് അപേക്ഷിച്ചവർക്ക് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് അടുത്ത മാസം മിഡോട് കൂടിയോ അല്ലെങ്കിൽ എൻഡോട് കൂടിയോ ആയിരിക്കും. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് DBയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതിന് പഠിക്കേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. GDക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് +2 ആവശ്യമായിരുന്നു. അപ്പോൾ +2ൻ്റെ GDൻ്റെ സിലബസും അതുപോലെ തന്നെ അതിൻ്റെ PDF നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കോസ്റ്റ് ഗാർഡ് GD സിലബസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 1 നിങ്ങൾക്ക് വരും, സെക്ഷൻ 2 നിങ്ങൾക്ക് വരും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. GDക്കാർക്കാണ്. നിങ്ങൾ DBക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ DBക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മെസ്സേജ് അയക്കാൻ ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷനൊക്കെ വരും. നേരെ ഒരു ബ്രൗസറിലേക്ക് ഓപ്പൺ ആയിട്ട് അവിടെ നേരെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് റീഡയറക്റ്റ് ആയി കിട്ടുന്നതായിരിക്കും, വാട്സപ്പ് അക്കൗണ്ടിലേക്ക്. അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ല താഴെ ഞാൻ ചെറിയ രീതിയിലൊരു നമ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാം. എന്തായാലും നമുക്ക് ഈ GDൻ്റെ കാര്യത്തിലേക്ക് വരാം. GDക്ക് നിങ്ങൾക്ക് സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾ സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം, രണ്ടും പാസ്സാവേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ സെക്ഷൻ 2 നിങ്ങൾക്ക് വരുന്നത്, ഇവിടെ നമ്മൾ ഓൾറെഡി DBക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത 300 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. സെക്ഷൻ 1 നിങ്ങൾക്ക് DBൻ്റെ സെയിം ആയിട്ടാണ് വരുന്നത്. സെക്ഷൻ 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കും +2 ബേസിലുള്ള മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ 25 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പക്ഷേ നമ്മൾ 100 ചോദ്യങ്ങൾ നമ്മുടെ PDF നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ 100 ചോദ്യങ്ങൾ നമ്മൾ PDF നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. +2 ബേസ് സിലബസ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സിലബസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സ്മോളർ ആയിട്ട് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചുരുക്കി വ്യക്തമായിട്ട് സെക്ഷൻ 1 എന്ത് വരും, സെക്ഷൻ 2 എന്ന് വരും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്ത് ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ PDF സിലബസ് PDFും ഓൾസോ ഒരു വോയിസ് നോട്ടും കിട്ടും. ആ വോയിസ് നോട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ഫോർ കോസ്റ്റ് ഗാർഡ് GD ജനറൽ ഡ്യൂട്ടീൻ്റെ ആണ് കേട്ടോ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. DBൻ്റെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതാണ്. സെക്ഷൻ 1 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും സെക്ഷൻ ഉണ്ട്, 5 സെക്ഷനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ സെക്ഷൻ 2 +2 ബേസിൽ മാത്സ് ഫിസിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും. ടോട്ടലായിട്ട് ഇതിൽ നമ്മൾ ഏകദേശം 500ൻ്റെ അടുത്ത് ചോദ്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ 200 ഉണ്ട് സെക്ഷൻ 2-ൽ, ഇവിടെ 300 ഉണ്ട് സെക്ഷൻ 1-ൽ. അപ്പോൾ ടോട്ടൽ 500 ക്വസ്റ്റ്യൻസ് നമ്മൾ PDFിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ സെക്ഷൻ 1 ആണ് ആദ്യം തന്നെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മാത്സും കാര്യങ്ങളും പിന്നെ സ്മോൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ഈ നോട്ട് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പം തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതിന് മുൻപ് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇത് വാങ്ങി പഠിച്ചവർക്ക് ഈ ഒരു PDF വളരെയധികം സഹായപ്രദം ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ലിസ്റ്റിൽ വരാൻ വരെ ഈ ഒരു PDF, അതായത് അതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന PDF സഹായിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് ശേഷം ഇടുന്ന വീഡിയോയിലോ അല്ലെങ്കിൽ ആ ഒരു വാട്സപ്പ് ചാനൽ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്തേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമ്പോഴാണ് നമുക്ക് തീർച്ചയായും അടുത്തത് ഉണ്ടാക്കാനുള്ള പ്രചോദനമൊക്കെ തരുന്നത്. എന്തായാലും 91ാമത്തെ പേജ്, PDFിൻ്റെ 91ാമത്തെ പേജ് മുതൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെക്ഷൻ 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 2-ലും മാത്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മാത്സിൽ നമ്മൾ പറഞ്ഞതുപോലെ 100 ചോദ്യങ്ങൾ സെക്ഷൻ 2-ൽ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1-ൽ എല്ലാ കാര്യങ്ങളും ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ DBൻ്റെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 2 ആണ് നിങ്ങൾക്ക് GDക്ക് വരുന്നത്. 2 സെക്ഷനും GDക്കാർക്ക് വരും. DBക്ക് ഒറ്റ ഫസ്റ്റ് സെക്ഷൻ മാത്രമേ വരത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പോൾ ഫിസിക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫിസിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഫിസിക്സിൽ ഇത് ക്വസ്റ്റ്യൻ വന്നത് കാണാൻ സാധിക്കും. ഇത് SA ബേസ്ഡ് യൂണിറ്റ് ഓഫ് മാസ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അതുപോലെ തന്നെ അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. എല്ലാം +2 ബേസ്ഡിലാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം +2 ബേസിൽ സിലബസിലാണ് നിങ്ങൾക്ക് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാം. സോ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ PDF ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നത്. എന്തായാലും അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അതിന് മുൻപായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു QR കോഡിൽ നിങ്ങൾ 95 രൂപ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 95 രൂപയുണ്ട് ഈ ഒരു PDFിനെന്ന് ശ്രദ്ധിക്കുക. അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നേരത്തായ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് സഹായിക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു വോയിസ് നോട്ട് കൂടി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇത് കൂടാതെ ഈ PDF നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ടാൽ അത് പറയാനും മറക്കേണ്ട. തീർച്ചയായും നമുക്ക് അടുത്തതായിട്ടുള്ള PDF ഒക്കെ ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്നത് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെയാണ്.